പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന പ്രതിഷേധത്തിൽ LDF UDF നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. UDF നടത്തിയ മാർച്ചിൽ KS ശബരിനാഥൻ 1-ാം പ്രതിയും മേരി പുഷ്പം 2-ാം പ്രതിയുമാണ്. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി എല്ലാം കത്തിച്ചാമ്പലാവും. LDFന്റെ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹത്തിനിടെ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഗതാഗത തടസ്സമുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി നേതാക്കൾക്കെതിരെ കേസെടുത്തു. CPM നേതാക്കളായ SP ദീപക്, ശ്രീകുമാർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഞാനൊരു വലിയ സംഭവം അല്ലേ? അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, കോർപ്പറേഷനിൽ തല്ലുമാല മാത്രമല്ല, തല്ലുമാലയെ തുടർന്ന് ഇപ്പോൾ കേസുമാലയും വരികയാണ്. തീർച്ചയായിട്ടും അരുൺ, ഇത് കൗൺസിൽ യോഗത്തിൽ നടന്ന സംഘർഷത്തിന് മുന്നേ നടന്ന 2 സംഭവ വികാസങ്ങളാണ്. അതിലൊന്ന് തന്നെ UDF ഇന്ന് ഈ ഭരണപ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോർപ്പറേഷനിലേക്ക് മ്യൂസിയം ഭാഗത്തു നിന്നാണ് മാർച്ച് നടത്തിയത്. ഈ മാർച്ചിൽ 200-ലധികം വരുന്ന പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ് ഈ FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നത്. നീ ആള് കൊള്ളാലോടാവേ. ഈ മാർച്ച് കോർപ്പറേഷന് മുന്നിലെത്തിയപ്പോൾ കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഗതാഗത തടസ്സം ഉണ്ടായി എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മ്യൂസിയം പോലീസാണ് ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 1-ാം പ്രതി UDFന്റെ തന്നെ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായിട്ടുള്ള KS ശബരിനാഥനും 2-ാം പ്രതിയായിട്ടുള്ളത് കൗൺസിലർ കൂടിയായിട്ടുള്ള മേരി പുഷ്പം ആണ്. ഇതിൽ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. മറ്റൊന്ന്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വാഴോട്ടുകുളം വാർഡ് കൗൺസിലറായിട്ടുള്ള R സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് LDF ഈ നഗരസഭയ്ക്ക് പുറത്ത് പന്തല് കെട്ടി അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം നടത്തി വരികയാണ്. അതിൽ ഇപ്പോൾ LDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായിരുന്ന SP ദീപക്, അതുപോലെ തന്നെ മുൻപ് മേയറായിരുന്ന ശ്രീകുമാർ അടക്കം കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. എന്തായാലും ഇപ്പോൾ UDFനും LDFനും ഉള്ള ലീഡർമാർക്കെതിരെ, പ്രധാനപ്പെട്ട 2 ലീഡർമാർ, അതിലുപരി കണ്ടാലറിയാവുന്ന വ്യക്തികൾക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, ഇനി വരാനിരിക്കുന്നത് ഇന്ന് നടന്ന സംഘർഷമാണ്. ആ സംഘർഷത്തിൽ ഇനി വലിയൊരു കേസുമാല തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സംഘർഷം ഇന്ന് നഗരസഭ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്തായാലും സമരം ശക്തമാക്കാൻ തന്നെയാണ് UDFും LDFും ഒരുപോലെ തീരുമാനിച്ചിരിക്കുന്നത്. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? ഞാൻ പോകുന്നു. ബൈ.